പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിൽ സർവീസിൽ ആവശ്യമുള്ള ഒരു കാര്യം വിളിച്ചു പറയാനായിട്ട് എറണാകുളം റൂറൽ എസ് പി ഓഫീസിലേക്ക് വിളിച്ചു. കാര്യം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് ഈ റിഫ്ലക്ടർ കോട്ട് വേണം. കാരണം രാത്രി പെരുമ്പാവൂർ ടൗണിൽ വലിയ തിരക്കാണ് സന്ധ്യ കഴിഞ്ഞാൽ. അപ്പോൾ റിഫ്ലക്ടർ ഇല്ലാത്ത കോട്ടും ഇട്ടുകൊണ്ട് അവിടെ നിന്ന് അത് ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അയാൾക്ക് കിട്ടാത്തതിൻ്റെ കാര്യം 3 പേരെ ഈ ട്രാഫിക്കിലേക്ക് അറ്റാച്ച് ചെയ്തിരുന്നു. പെരുമ്പാവൂർ ട്രാഫിക്കിലേക്ക് കളമശ്ശേരിയിൽ നിന്നും അറ്റാച്ച് ചെയ്താണ് ക്യാമ്പിൽ. അദ്ദേഹം അവിടെ 3 പേര് ചെന്നപ്പോൾ ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കാൻ 2 പേർക്കേ ഉള്ളൂ റിഫ്ലക്ടറുള്ള കോട്ട് കൊടുത്തത്. ഈ പോലീസുകാരന് കിട്ടിയില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് വേറെ അവിടെ ഇല്ല, ഇനി അത് എസ് പി ഓഫീസിലെങ്ങാണം വിളിച്ച് പറഞ്ഞാൽ അവിടുന്ന് എങ്ങാണം കിട്ടിയാലേ ഉള്ളൂ, അല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ മേലുദ്യോഗസ്ഥരുടെ ഓഫീസല്ലേ, ഇയാൾ അതിൻ്റെ നമ്പരൊക്കെ നോക്കിയെടുത്ത് എസ് പി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് അയാൾ പറഞ്ഞു, സാർ ഇത് ഞാൻ ഇതുപോലെ കളമശ്ശേരിയിൽ നിന്ന് പെരുമ്പാവൂർ ട്രാഫിക്കിലേക്ക് മാറ്റപ്പെട്ട ഒരു പോലീസുകാരനാണ്. ഞങ്ങളെ 3 പേരെ അങ്ങോട്ട് മാറ്റിയിരുന്നു. അപ്പോൾ അതിൽ ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് 2 പേർക്ക് റിഫ്ലക്ടർ വെച്ച കോട്ട് കിട്ടി. പക്ഷേ ഒരാൾക്കത് കിട്ടിയില്ല. അയാൾ പറഞ്ഞ ആദ്യം അങ്ങനെയാണ്, ഒരാൾക്കത് കിട്ടിയില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഇല്ല. ബാക്കി റെയിൻ കോട്ടൊക്കെ അവർ തന്നു, പക്ഷേ അതവിടെ ഇല്ല, അത് എസ് പി ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു. ഈ പാവപ്പെട്ട പോലീസുകാരൻ വളരെ മര്യാദയായിട്ട് വളരെ അന്തസ്സായിട്ടാണ് അയാൾ വിളിക്കുന്നത്. ആ സംഭാഷണം മുഴുവൻ അത് ഏഷ്യാനെറ്റ് അതുപോലെ കേൾപ്പിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തത്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇതുപോലെ ഇന്നാരാണ്, ഇപ്പോൾ ഇതുപോലെ പോലീസുകാരനാണ്. അപ്പോൾ സാർ ഇതുപോലെ ഇങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ആ കോട്ട് കിട്ടാതിരുന്നത് എനിക്കാണ്. അപ്പോൾ ഇത് സാർ അത് കിട്ടിയില്ലാതെ, ആ കോട്ടില്ലാതെ എനിക്ക് അത് ജോലി അവിടെ രാത്രി അങ്ങനെ ട്രാഫിക് ഡ്യൂട്ടി ആ റോഡിൽ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, റിഫ്ലക്ടർ ഇല്ലാതെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ വേറെ ഒന്നുമില്ല, ഒരു മാർഗമില്ല. അയാൾ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അത് അപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിൽ വിളിച്ച്, സാർ ട്രാഫിക് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് എസ് പി ഓഫീസിൽ വിളിക്കാൻ. അപ്പം ഈ ഫോൺ എടുത്ത് ആക്കങ്ങ് ദേഷ്യം വന്നു. എടോ പറയുന്നത് അങ്ങോട്ട് കേക്ക്. അല്ല സാർ ഞാനിത് എവിടെ വിളിച്ച് പറയുന്നത്, ഇത് മേലുദ്യോഗസ്ഥൻ്റെ ഓഫീസിലല്ലേ വിളിച്ച് പറയേണ്ടത്. അപ്പോൾ ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് എസ് പി ഓഫീസിലേക്ക് വിളിച്ചത്. എടോ പറയുന്നത് അങ്ങോട്ട് കേക്ക്. എസ് പി കൊണ്ടുവന്ന് ഇയാൾക്ക് അവിടെ കോട്ട് കൊണ്ട് തരണോ? അപ്പോൾ പറഞ്ഞ്, സാർ ഞാൻ അങ്ങനല്ല പറഞ്ഞത്, എസ് പി കൊണ്ടുവന്ന് തരാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എനിക്കൊരു പരാതി ഞാൻ വേറെ എവിടെ പറയാം. എടോ താൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്. ഇയാൾ എപ്പോഴും പറയുന്നത് അങ്ങോട്ട് അയാളൊന്നും പറയുന്നില്ല, ആ പറയുന്നത് അങ്ങോട്ട് കേക്ക് എന്ന് പറഞ്ഞു. ഉടനെ അടുത്തിരുന്ന, അതായത് ഈ ഫോൺ എടുത്ത ഉദ്യോഗസ്ഥനല്ല, അയാൾ അടുത്തിരിക്കുന്ന ഏതോ ഒരു വൃത്തികെട്ടവൻ, അവൻ പറയുക, ഏത് എൻഡിയാടായി വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇയാൾ റിയാക്ട് ചെയ്ത് പോലീസുകാരൻ പറഞ്ഞു, ഞാൻ കേട്ടല്ലോ, ഏത് എൻഡിയാടാ വിളിക്കുന്നതെന്ന്. അങ്ങനെയാണോ എസ് പി ഓഫീസിൽ വിളിക്കുമ്പോൾ ഈ ഉത്തരം തരേണ്ടത് നിങ്ങൾ? ഞാൻ അത് എൻ്റെ ഫോണിൽ ഞാൻ കേട്ടതാണ് എന്നെ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇതൊന്നുമല്ല എന്നുള്ള രീതി ഞാൻ പോലീസുകാരനാണ്, ഞാൻ നിങ്ങളെ വിളിച്ച് മര്യാദയ്ക്കാണ് ഞാൻ സംസാരിച്ചത്. ഉടനെ അത് മാഡം ഇയാൾ പറയുക ഉടനെ. എന്നിട്ട് അല്ല സാർ, അല്ല എന്നെ ഇതുവരെ വിളിച്ചത് അങ്ങനല്ലല്ലോ, ഇത് എടോന്നല്ലേ ഇതുവരെ വിളിച്ചേ. അപ്പം വേറെ ഒരുത്തൻ അടുത്തിരിക്കുന്നവനാ, ആരാന്ന് അറിഞ്ഞൂടാ, ഏതോ പോലീസുകാരനോ പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. എടോ നിനക്ക് വേറെ ജോലിയില്ലേ, ഇതുപോലെ വെച്ചിട്ട് പോടാ. ഇവൻ്റെ ഫോൺ കട്ട് ചെയ്തു. ഇതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒരു പോലീസുകാരൻ അയാളെ മേലുദ്യോഗസ്ഥൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് അയാളുടെ ഒരു പരാതി പറയാൻ, അയാൾക്ക് സർവീസിൽ ആവശ്യമുള്ള ഒരു കാര്യം പറയാനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഈ
അയാളോടുള്ള പെരുമാറ്റം നിങ്ങൾ കണ്ടോളൂ. ഇതൊരു പോലീസുകാരനോട് ഈ രീതിയിലാണ് SP ഓഫീസിൽ ഇരിക്കുന്ന ഏതോ വൃത്തികെട്ടവൻ പെരുമാറുന്നതെങ്കിൽ, അങ്ങനല്ലേ പറയാൻ ഒക്കുള്ളൂ, SP അല്ല പെരുമാറുന്നതെങ്കിൽ, ഈ ജനങ്ങളോട് ഇവരെങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറും ഇവരെന്തായിരിക്കും വിളിക്കുന്നത് അവരെ? ആ രീതിയിലാണല്ലോ ഈ സംസാരമൊക്കെ ഉണ്ടായത്. ആ പോലീസുകാരൻ വളരെ മര്യാദയായിട്ട് സംസാരിക്കുന്നു. ഇന്ന് ഈ പോലീസുകാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാണ്. കാരണം ഒരുപാട് പോലീസുകാർ ജോലിയിലെ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, നാട് വിട്ടു പോകുന്നവരുണ്ട്, ജോലി സ്ഥലം വിട്ടും കളഞ്ഞിട്ടങ്ങ് പോവും. കാരണം അവർക്ക് ഈ പ്രഷർ, വർക്ക് പ്രഷർ താങ്ങാൻ വയ്യാതെ നടക്കും. കാരണം ഡ്യൂട്ടിക്ക് അതുപോലെ വളരെ സമ്മർദ്ദമുണ്ട്, ആളുകളും കുറവാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും മര്യാദയ്ക്ക് ഇടപെടണമെന്നും ഈ DGPയുടെ സർക്കുലറൊക്കെ ഉള്ളതാണ്. പോലീസുകാരോടൊക്കെ മേലുദ്യോഗസ്ഥർ മര്യാദയ്ക്ക് ഇടപെടണം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ അതൊന്നും പാലിക്കാതെയും മാനിക്കാതെയും ഈ രീതിയിലാണ് ഒരു പോലീസുകാരനോട് ആ SP ഓഫീസിലെ ഉദ്യോഗസ്ഥൻ, ആരാണെന്ന് എനിക്കറിയില്ല, സംസാരിച്ചത്. അയാളെ എടോ പൂടോ എന്ന് വിളിക്കുക, എടോ എന്നൊക്കെ വിളിക്കാൻ അവൻ ആരായ ഇയാളെ എടോ എന്ന് വിളിക്കാൻ? ഇയാൾ അവനെ കഴിയും വലുതല്ലേ യഥാർത്ഥം? ഇയാൾ മര്യാദയ്ക്കല്ലേ അടുത്ത് ഒരൊറ്റ വൃത്തിയിട്ട വർത്തമാനം ഇയാൾ തിരിച്ചു പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇയാൾ പിന്നെ ഏത് തെണ്ടിയാളാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ നിൻ്റെ അച്ഛനാന്ന് വേണ്ട അയാൾ പറയാൻ സാധാരണഗതിയിൽ. അയാൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവനൊക്കെ എന്ത് വൃത്തികെട്ടവന്മാരെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു ഫോണിൽ വിളിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നതാണ് ഈ രീതിയിൽ. ഇനി ഇതിപ്പോൾ അയാൾ ഇതുവരെ ആ പോലീസുകാരൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഇനി പരാതി കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്, അത് ന്യൂസിൽ നിന്ന് മനസ്സിലായി. ഇനി പരാതി കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. സാധാരണഗതി സംഭവിക്കാൻ പോകുന്നത് ഈ പോലീസുകാരനെ ഉപദ്രവിക്കും. കാരണം ഇയാൾ വിളിച്ച് പരാതി പറഞ്ഞില്ലേ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ഉള്ളപ്പോൾ ഈ രീതിയിലേ പെരുമാറുള്ളൂ. കാരണം അത് അവരൊന്നും ഇത് അറിയത്തുമില്ല, ഇടപെടത്തുമില്ല. ഇത് അവരുടെ ശ്രദ്ധപ്പെടാനാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം ഇതുപോലുള്ള പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ ജോലിയിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം അയാൾ നല്ല കാര്യമല്ലേ ചോദിച്ചത്, അയാൾ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ചോദിച്ചത്, അയാൾക്ക് അടിയന്തരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അയാൾ ചോദിച്ചത്. അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കണമെങ്കിൽ ഇന്ന ഈ കാര്യം കൂടെ വേണം. അയാൾ വേറെ എവിടെ നിന്ന് കൊണ്ടുവരും ഇത്? അപ്പോൾ റിഫ്ലക്ടർ വെച്ച ഉടുപ്പ് വേണം എന്ന് അയാൾ പറഞ്ഞു. അതിനെന്താ തെറ്റ്? അത് അയാളുടെ ആവശ്യമുള്ള ഒരു കാര്യമല്ലേ അയാൾ ചോദിച്ചത്. ഈ രീതിയിലാണ് പോലീസുകാർ തന്നെ ഇടപെടുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നമ്മളെ നാടും നമ്മുടെ സിസ്റ്റവും നന്നാവുന്നത്? സിസ്റ്റം നന്നാവണമെന്ന് പറയുമല്ലോ, ഇതാണോ സിസ്റ്റം നന്നാക്കുന്നത്? അയാൾ ഇനി പരാതി കൊടുത്ത ഒരൊറ്റ കാര്യം കൊണ്ട് ഈ അന്വേഷണം നടക്കാൻ പോകുന്ന അന്വേഷണം എന്തുമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞേ. ഈ പോലീസുകാരൻ കുറ്റക്കാരനാണെന്നും ഇയാൾ വളരെ അഹങ്കാരിയാണെന്നും അയാളെ വളരെ ബുദ്ധിമുട്ടാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഈ പാവത്തിനെ പിടിച്ച് ഇനി കോടാകുളഞ്ഞിയിലോ കാസർഗോട്ടോട്ടോ സ്ഥലം മാറ്റും. അങ്ങേയറ്റം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ അതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇയാളെ തെറി പറഞ്ഞവനെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു രീതിയല്ലാതെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനല്ല ഈ വേണ്ടത്. മര്യാദയ്ക്ക് ഈ പോലീസുകാരോടൊക്കെ ഇടപെടാനായിട്ട് മേലുദ്യോഗസ്ഥർ, ആ സേനയിലുള്ള മേലുദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശം കൊടുക്കണം അടിയന്തരമായിട്ട്. മാത്രമല്ല ഈ പാവങ്ങളെ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ ആവശ്യമുള്ള ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അതേപോലെ അവരെ സംബോധന ചെയ്യുന്ന എടോ പോടോ, തെണ്ടി, വെച്ചിട്ട് പോടാ, ഈ രീതിയിലൊക്കെയാണോ സംസാരിക്കേണ്ടത്? ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കേൾക്കത്തില്ലേ ഇത്? ഏതായാലും ശരി, ഇതിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഈ സംഭാഷണം. ഇതിപ്പോൾ വളരെ വൈറലായിട്ടുണ്ട്. ഇത് സേനയ്ക്കാകെ ആക്ഷേപമുള്ളൊരു കാര്യമാണ്. മേലധികാരികൾ ഇതിൽ ശ്രദ്ധിക്കണം, വേണ്ട നടപടിയെടുക്കണം.